ഹായ് നമസ്കാരം. ബിസിനസ് ലോകത്തെ പുതിയ വിശേഷങ്ങളും അറിവുകളും പങ്കുവെക്കുന്ന നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് പ്രമുഖ ബിസിനസ് ലീഗൽ കൺസൾട്ടൻ്റായ മിസ്റ്റർ അജീഷ് മാധവനാണ്. 12 വർഷമായി കൊച്ചിയിലും എടപ്പാളിലും ഗെറ്റ് ആൻഡ് ഡയൽ എന്ന സ്ഥാപനം നടത്തി വരുന്നു. ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഐഡിയ യാഥാർത്ഥ്യമാകുന്നതിനുള്ള A to Z എല്ലാ സർവീസുകളും ഒരു കുടക്കീഴിൽ വരിക എന്നുള്ളതൊരു വലിയ അനുഗ്രഹമാണ്. ബിസിനസ് രജിസ്ട്രേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ്, വെബ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ എല്ലാ സർവീസുകളും ഗെറ്റ് ആൻഡ് ഡയൽ നടത്തി വരുന്നു. ഇന്ന് നമ്മുടെ ബിസിനസ്സിൽ ബ്രാൻഡ് നെയിം, ബ്രാൻഡ് ലോഗോ തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. ഹായ് സർ, പല സംരംഭകരും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ലോഗോ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്യാറില്ല. പലരും ലേറ്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യാറുള്ളത്. സത്യത്തിൽ എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇത് വൈകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവോ? നമസ്കാരം. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയൊരു സ്റ്റോറി ആയിട്ട് പറയാം. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം ഒരു ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ, ഒരു ബ്രാൻഡ് നെയിമിന് വലിയ നഷ്ടം ഉണ്ടാക്കിയുള്ള ഒരാളുടെ സ്റ്റോറിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം മുന്നത്തെ ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ക്ലയൻറ്റ് ഇതേപോലെ നമുക്കൊരു ലോഗോ രജിസ്ട്രേഷൻ ചെയ്യാൻ തന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോഗോ ആയിരുന്നു രജിസ്ട്രേഷൻ തന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഞങ്ങളത് രജിസ്ട്രേഷന് കൊടുത്തു. എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിരുന്നു. ബിസിനസ് നെയിം ആണെങ്കിലും എല്ലാം ലോഗോ ആണെങ്കിലും ഡിഫറെൻ്റ് ആയിരുന്നു. അതിൻ്റെ ധൈര്യത്തിൽ നമ്മൾ ബിസിനസ്സിന് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തു. പക്ഷേ അതൊരു കോർപ്പറേറ്റ് കമ്പനിയായ സർഫ് എക്സലിൻ്റെ ഒരു ബബിൾസിന് ചെറിയൊരു സാമ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, നമുക്ക് ഇവരെതിരെ ഒപ്പോസിഷൻ ഫയൽ ചെയ്തു. ഡിഫറെൻറ്റ് പേരാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോഗോ ആണ്, പക്ഷേ അതിൽ ചെറിയൊരു ബബിളിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കേസാക്കി. ഏകദേശം 5 ലക്ഷം രൂപയോളം ഇവർക്ക് ഫൈനിന് വന്നു. നമ്മളത് എന്ത് ചെയ്തു, ഒപ്പോസ് ചെയ്തു. അതിനുശേഷം ഇവരുടെ ഡിബേറ്റിന് ശേഷം ഒരു 2 ലക്ഷം രൂപ അവരുടെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് സർഫ് എക്സലിൻ്റെ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഇവർ ഈ ചെറിയൊരു അശ്രദ്ധ മൂലം, അതായത് ഇപ്പോൾ ലോഗോ ചെയ്യുമ്പോൾ DTP സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാൻവ പോലുള്ള ഇതിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് വരുന്ന ഭവിഷ്യത്താണ് ഇത്രയും കാര്യങ്ങൾ. എപ്പോഴും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോഗോ എന്താണ്, അതിന് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു സ്റ്റോറി പറയുന്ന ലോഗോ ചെയ്യിപ്പിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ചെറിയൊരു പേര് വെച്ച് ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കും. ഇത്രയും വലിയൊരു ഭവിഷ്യത്ത് ഇവിടെ വരുന്നുണ്ട് എന്നതാണ്. അതെ, ഒരു സാധാരണ നമ്മളൊരു ബിസിനസ്സിന് ഒരു വിഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ശരിക്കും എപ്പോഴും നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ്.